എന്നത്തെയും പോലെയല്ല, ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. സമയം 6 മണിയൊക്കെ കഴിഞ്ഞു. രാവിലെ തന്നെ എൻ്റെ ഒരു എനർജി ഡ്രിങ്കൊക്കെ കുടിച്ച് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി കാപ്പി ഉണ്ടാക്കണം. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുത്തിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഇതൊരു വീഡിയോയിൽ കണ്ടു. ഇതണക്ക് വെള്ളം തിളപ്പിച്ചിട്ട് പൊടിയെല്ലാം അതിനകത്തേക്ക് ഇട്ട് കലക്കി കുറുക്കി എടുത്തിട്ട് കുഴച്ച് ഇടിയപ്പം ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ ഇങ്ങനെ ആയിപ്പോയി. അടുത്ത് എന്തുണ്ടാക്കുമെന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് നമുക്കിവിടെ അടുത്ത് ഒരു ഫ്രണ്ടുണ്ട്. അവളുടെ വീട് കോഴിക്കോടാണ്. ആളെപ്പോഴും പത്തിരിയാണ് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ എനിക്കത് ഒരു പുതുമയാണ്. കാര്യം നമുക്ക് ഇങ്ങോട്ടൊന്നും അത് പത്തിരി അങ്ങനെ ഉണ്ടാക്കാറില്ലല്ലോ. കൂടുതലും അപ്പം, ഇടിയപ്പം, ദോശ, പുട്ട് അങ്ങനെയൊക്കെയാണല്ലോ. അങ്ങനെ ഞാൻ അവളുടെ നിന്ന് പ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം അടിപൊളിയായിട്ട് തന്നെ കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് പത്തിരി ഉണ്ടാക്കുന്നത് തന്നെ. പക്ഷേ സംഭവം റെഡിയായിട്ട് വരികയും ചെയ്തു. ടേസ്റ്റ് വൈസും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ളതെല്ലാം റെഡിയാക്കി. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോകണമായിരുന്നു. പിള്ളേർക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാമചന്ദ്ര വരെ പോയതാണ്. വീട്ടിലുണ്ടെങ്കിൽ ഞാൻ സിംലയിൽ നിന്നാണ് എല്ലാം എടുക്കാറുള്ളത്. ഡ്രസ്സ് എനിക്കായാലും പിള്ളേർക്കായാലും എല്ലാം അവിടെ ആകുമ്പോൾ അഫോർഡബിളായിട്ട് കിട്ടും. ഇവിടെ കുറച്ച് അവിടെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര അഫോർഡബിളായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് നമ്മളൊരു 3-4 എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്കും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടും വൈകിട്ട് ഇവരുടെ യൂണിറ്റിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ബെടാക്കാന ഉണ്ടായിരുന്നു, പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോയി. പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻ ടച്ച് ഫുഡൊക്കെ ആയിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കോട്ടേഴ്സിലേക്ക്.